Good morning all of you. So today let's discuss some of the problems in this differential equation. That is solution of differential equation de bhagathu varuna korchu problems aanu. Show that the function phi defined by phi of t equal to 2 sin t plus 3 cos t is a solution of the following differential equation for all t. അപ്പോൾ നമുക്ക് ഈ phi എന്ന് പറയുന്നത് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? phi സാറ്റിസ്ഫൈസ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ അതിന് നമുക്ക് y ഈക്വൽ ടു phi എന്നുള്ള ഭാഗത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് ട്രൂ ആണെന്ന് കിട്ടണം. സോ LHS ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക, അതായത് phi ഡബിൾ ഡാഷ് പ്ലസ് phi എന്താണെന്ന് നോക്കുക. The given function phi is defined and has a second derivative for all t, for all real t. നമ്മുടെ തന്നിട്ടുള്ള ഫംഗ്ഷനാണ് 2 sin t plus 3 cos t. അത് ട്വൈസ് ഡിഫറൻഷ്യബിൾ ആണ് ഫോർ ഓൾ റിയൽ t. ഡിഫറൻഷ്യേറ്റിംഗ് phi സക്സസീവ്ലി വിത്ത് റെസ്പെക്ട് ടു t. അപ്പോൾ ആദ്യം നമ്മൾ phi ഡാഷ് ഓഫ് t കാണുക. phi ഡാഷ് ഓഫ് t എന്തായിരിക്കും? 2 ഇൻറ്റു cos t മൈനസ് 3 sin t, അതായത് d phi ബൈ dt ചെയ്യുക. ഡിഫറൻഷ്യേറ്റ് phi വിത്ത് റെസ്പെക്ട് ടു t. സോ യു വിൽ ഗെറ്റ് 2 cos t മൈനസ് 3 sin t. ഇനി അടുത്തത് phi ഡബിൾ ഡാഷ് ഓഫ് t കാണണം, എന്നാലേ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ phi ഡബിൾ ഡാഷ് ഓഫ് t ആണ് നമ്മുടെ y ഡബിൾ ഡാഷ്. അതെന്താണ്? ഇതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് cos t ഈസ് മൈനസ് sin t മൈനസ് 3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് sin t ഈസ് cos t. സോ മൈനസ് 2 sin t മൈനസ് 3 cos t എന്ന് കിട്ടും. ഹെൻസ് phi ഡബിൾ ഡാഷ് ഓഫ് t പ്ലസ് phi ഓഫ് t എന്തായിരിക്കും? മൈനസ് 2 sin t മൈനസ് 3 cos t പ്ലസ് 2 cos t മൈനസ് 3 sin t. അപ്പം അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 2 sin t മൈനസ് 2 sin t മൈനസ് 3 cos t പ്ലസ് 3 cos t ക്യാൻസൽ ആവും. ലാസ്റ്റ് നമുക്ക് ഈക്വൽ ടു 0 എന്ന് കിട്ടും. So, since phi of t and its derivatives identically satisfies the given differential equation, we can say that phi of t is a solution of the given differential equation y double dash plus y is equal to 0. അപ്പോൾ നമുക്ക് അത് അതിൻ്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് പറയാം. അതേപോലെ നെക്സ്റ്റ് പ്രോബ്ലം, verify that the indicated function is a solution of the given differential equation on the interval minus infinity infinity. So, solution. The given function y equal to 1 by 16 x raised to 4 is defined and has a derivative on the interval minus infinity infinity. അല്ലേ, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? y equal to 1 by 16 x raised to 4 ആണ്. അത് ഡിഫൈൻഡ് ആണ് ഈ ഇൻ്റർവെല്ലിൽ, ആൻഡ് ഇറ്റ് ഓൾസോ ഹാസ് ഡെറിവേറ്റീവ് ഓൺ ദിസ് ഇൻ്റർവെൽ minus infinity comma infinity. Now, differentiating y with respect to x, what you will get? dy by dx is equal to 1 by 16 into 4x cube minus 1 by 16 into 4x cube. അല്ലേ, കറണ്ട് ഡെറിവേറ്റീവ് ഓഫ് 1 by 16 x raised to 4 എന്ന് പറഞ്ഞാൽ 1 by 16 into 4x cube ആണ്. അതെന്താണ്? x raised to 4 by 4. ഈ 4ഉം 16ഉം ക്യാൻസൽ ആയി. നിങ്ങൾക്ക് എന്ത് കിട്ടണം? dy by dx ഈക്വൽ ടു xy raised to 1 by 2 എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ ഹെൻസ് നിങ്ങളുടെ dy by dx ഈസ് എക്സ് ക്യൂബ് ബൈ 4. അതിന് നിങ്ങൾക്ക് x ഇൻറ്റു എക്സ് റേസ് ടു 2 by 4 എന്ന് എഴുതിക്കൂടെ. ആൻഡ് എക്സ് സ്ക്വയർ ബൈ 4 ഇസ് വാട്ട്? എക്സ് റേസ് ടു 4 by 16ൻ്റെ റൂട്ടാണ്, ഹോൾ റേസ് ടു 1 by 2 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് റേസ് ടു 4 by 16 ഹോൾ റേസ് ടു 1 by 2. പക്ഷേ എക്സ് റേസ് ടു 4 by 16 എന്തായിരുന്നു? y ആയിരുന്നു. സോ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ റേസ് ടു 1 by 2. അപ്പോൾ dy by dx ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ റേസ് ടു 1 by 2 എന്ന് നിങ്ങൾക്ക് കിട്ടി. സിൻസ് y ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് ഐഡൻറ്റിക്കലി സാറ്റിസ്ഫൈസ് ദി ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, y is also a solution of the given differential equation on the interval minus infinity comma infinity. ഇതേപോലെ പാർട്ട് 2ഉം നിങ്ങൾ ചെയ്യുക, സെയിം മെത്തേഡാണ്. റിമാർക്ക്,
Note that in the above problem, each differential equation possesses the constant solution y equal to 0. അല്ലേ, ഏതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനും കോൺസ്റ്റൻറ്റ് സൊല്യൂഷൻ y equal to 0 എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യും, which is defined on interval -∞, A solution of a differential equation that is identically 0 on an interval I is said to be a trivial solution. അപ്പോൾ ഐഡൻറ്റിക്കലി 0 ആയി വരുന്ന സൊല്യൂഷന് നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രിവിയൽ സൊല്യൂഷൻ. അപ്പോൾ ഏതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാലും അതിനൊരു ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് y equal to 0. Problem 3. Determine the values of r for which the differential equation y triple dash minus 3y double dash plus 2y dash equal to 0 has solutions of the form y equal to e raised to rx. അപ്പോൾ ഇതിന് y equal to e raised to rx എന്നുള്ള ഫോമിലുള്ള സൊല്യൂഷൻ ഉണ്ടെന്നാണ് കാണിക്കേണ്ടത്. So the function y equal to e raised to rx is defined and it has derivatives of all orders for all real x. അല്ലേ, y equal to e raised to rx എല്ലാ വാല്യൂസ് ഓഫ് എക്സിനും ഡിഫൈൻഡ് ആണ്, അതിനെല്ലാ ഓർഡറിലുള്ള ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഡിഫറൻഷ്യേറ്റിംഗ് y സക്സസീവ്ലി വിത്ത് റെസ്പെക്ട് ടു എക്സ്, വി ഗെറ്റ് y ഡാഷ് എന്താണ് r e raised to rx ആണ്, y ഡബിൾ ഡാഷ് എന്തായിരിക്കും r സ്ക്വയർ e raised to rx ആണ്, y ട്രിപ്പിൾ ഡാഷ് എന്തായിരിക്കും r ക്യൂബ് e raised to rx. So if y equal to e raised to rx is a solution of the differential equation y triple dash minus 3y dash plus 2y equal to 0, അപ്പോൾ y equal to e raised to rx എന്ന് പറയുന്നത് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. y and its derivatives identically satisfies this equation. സൊല്യൂഷൻ ആണെങ്കിൽ yയും അതിൻ്റെ ഡെറിവേറ്റീവ്സും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. സോ നമുക്ക് ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y triple dash minus 3y dash plus 2y dash equal to 0 implies, നമുക്കറിയാം എന്താണ് y triple dash, y dash, y double dash എന്നുള്ള വാല്യൂ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾ ദോസ് വാല്യൂസ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 implies you will get r into r minus 1 into r minus 2 equal to 0. കാരണം e raised to rx always non zero ആണ്, സോ കോഎഫിഷ്യൻ്റ് 0 ആവാൻ പറ്റുള്ളൂ, which implies either r equal to 0 or r equal to 1 or r equal to 2. Hence for r equal to 0, 1, 2, the differential equation y triple dash minus 3y double dash plus 2y dash equal to 0 has solutions of the form y equal to e raised to rx. അപ്പോൾ നിങ്ങൾക്ക് വാല്യൂസ് ഓഫ് r കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ആറിൻ്റെ വാല്യൂസ് 0 or 1 or 2 ആണെന്ന് പറയാം. Problem 4. Find the values of m so that the function y equal to x raised to m is a solution of the differential equation x square y double dash minus 7xy dash plus 15y equal to 0. നമ്മൾ ആറിൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ച് സെയിം മെത്തേഡാണ് ഇവിടെ എമ്മിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ യൂസിങ് ദി സെയിം മെത്തേഡ് യു ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് എം ഓൾസോ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് explicit and implicit solutions. We are familiar with the terms explicit and implicit functions from our study of calculus. A solution in which the dependent variable is expressed solely in terms of the independent variable and constants is said to be an explicit solution. അപ്പോൾ എക്സ്പ്ലിസിറ്റ് സൊല്യൂഷനിൽ നമ്മുടെ സൊല്യൂഷൻ വിൽ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് കോൺസ്റ്റൻസ്. അപ്പോൾ കോൺസ്റ്റൻസും നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും മാത്രം ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മുടെ സൊല്യൂഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള സൊല്യൂഷനെയാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് for our purposes, let us think of an explicit solution as an explicit formula y equal to phi of x that we can manipulate, evaluate and differentiate using standard rules. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് എക്സ്പ്ലിസിറ്റ് ഫോർമുലയിലുള്ള സൊല്യൂഷനാണ് y equal to phi of x എന്നുള്ളത്. For example, in worked out problem 1, 2 and 3 given above, solutions are given in explicit form. അല്ലേ, നമ്മളിപ്പോൾ
ചെയ്ത പ്രോബ്ലംസിലെല്ലാം നമുക്ക് സൊല്യൂഷൻസ് എക്സ്പ്ലിസിറ്റ് ഫോമിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് അത് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സൊല്യൂഷനാണ്, അല്ലെങ്കിൽ കോൺസ്റ്റൻസും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും മാത്രമുള്ള ഒരു സൊല്യൂഷനായിരുന്നു. അത്തരത്തിലുള്ള സൊല്യൂഷൻസിനെയാണ് എക്സ്പ്ലിസിറ്റ് സൊല്യൂഷൻസ് ഓർ y = phi of x, സം ഫംഗ്ഷൻ ഓഫ് x എന്നുള്ള ഫോമിൽ കിടക്കുന്ന സൊല്യൂഷൻസ്. A relation g of xy = 0 is said to be an implicit solution of an ordinary differential equation on an interval I, provided there exists at least one function phi that satisfies the relation as well as the differential equation on I. അതായത് നമുക്കൊരു റിലേഷൻ ജി ഓഫ് എക്സ് വൈ = 0 എന്ന് പറയുന്ന ഒരു റിലേഷന് ഇംപ്ലിസിറ്റ് സൊല്യൂഷൻ എന്ന് പറയണമെങ്കിൽ, ഒരു ഇൻ്റർവെല്ലിലുള്ള ഇംപ്ലിസിറ്റ് സൊല്യൂഷൻ ആണെന്ന് പറയണമെങ്കിൽ, there exists at least one function phi that satisfies the relation as well as the differential equation on I. അപ്പോൾ ഈ ഒരു റിലേഷനും നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് വൺ ഫംഗ്ഷൻ ഫൈ എങ്കിലും ആ ഒരു ഇൻ്റർവെല്ലിൽ എക്സിസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഒരു റിലേഷനെ നമ്മൾ ഇംപ്ലിസിറ്റ് സൊല്യൂഷൻ എന്ന് പറയുള്ളൂ. അപ്പോൾ ഒരു റിലേഷനാണ് ജി ഓഫ് എക്സ് വൈ = 0, അതിന് ഇംപ്ലിസിറ്റ് സൊല്യൂഷൻ എന്ന് പറയണം ഓൺ എൻ ഇൻ്റർവെൽ എങ്കിൽ നമുക്ക് ആ ഇൻ്റർവെല്ലിൽ അറ്റ്ലീസ്റ്റ് വൺ ഫംഗ്ഷൻ ഫൈ എക്സിസ്റ്റ് ചെയ്യണം that satisfies both this relation as well as നമ്മുടെ കയ്യിലുള്ള ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതാണോ അതും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. For example, the relation x² + y² = 1 is an implicit solution of the non-linear differential equation dy/dx = -x/y. അല്ലേ? കാരണം അത് ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ റിലേഷനെ ഈ റിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു ഇംപ്ലിസിറ്റ് സൊല്യൂഷനാണ് ഓൺ ദിസ് ഇൻ്റർവെൽ -1 x 1. ബൈ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ നമുക്ക് എന്ത് കിട്ടും? d/dx of x² + d/dx of y² = d/dx of 1. ആദ്യം നിങ്ങൾ ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2x + 2y × dy/dx = 0. കാരണം ഇവിടെ y എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ എക്സ്, അതുകൊണ്ടാണ് dy/dx ചെയിൻ റൂൾ യൂസ് ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് dy/dx = -x/y എന്ന് കിട്ടും. Moreover, solving x² + y² = 1 for y in terms of x yields y = ±√1 - x². അല്ലേ? ഈ ഇക്വേഷനിൽ നിന്ന് y-നെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ y വാല്യൂ കിട്ടും. ആൻഡ് ദി ടു ഫങ്ഷൻസ് y = phi1 of x, that is equal to √1 - x² and y = phi2 of x, that is equal to -√1 - x², satisfy the relation x² + phi1² = 1 and x² + phi2² = 1. ഇതിൽ നിങ്ങൾ y = phi1 എന്ന് പറയുന്ന പോസിറ്റീവ് റൂട്ടും y = phi2 എന്ന് പറയുന്നത് നെഗറ്റീവ് റൂട്ട് എടുക്കുകയാണെങ്കിൽ അതെന്ത് സാറ്റിസ്ഫൈ ചെയ്യും? ഈ ഇക്വേഷൻ x² + phi1² = 1 എന്നുള്ള റിലേഷനും x² + phi2² = 1 എന്നുള്ള റിലേഷനും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഈ രണ്ട് ഫങ്ഷൻസ് phi1 phi2 are explicit solutions defined on this interval -1, 1.